ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇനി വരാനിരിക്കുന്ന ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ടൈം ടേബിൾ ആണ്. അപ്പോൾ നമ്മൾ ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ട് ഒരു 30 ഡേയ്സ് ടൈം ടേബിൾ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഡേ 7-ലാണ് എത്തി നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് നാളെ ഡേ 8-ൽ പഠിക്കേണ്ട ടോപ്പിക്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതുവരെയും ടൈം ടേബിളിനെ കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുവരെയും ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ഈ ടൈം ടേബിൾ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് സിലബസ് നല്ല രീതിയിൽ തന്നെ കവർ ചെയ്യാനും PYQ അതുപോലെ +1 +2 പാഠഭാഗങ്ങൾ, SCERT പാഠഭാഗങ്ങൾ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വിത്ത് റിവിഷൻ ഉൾപ്പെടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം. ഡിഗ്രി ലെവൽ പ്രിലിംസ് 30 ഡേയ്സ് ടൈം ടേബിൾ എന്ന് പറഞ്ഞിട്ട് ലിങ്ക് ഞാൻ കൊടുക്കാം പ്ലേലിസ്റ്റിൻ്റെ. അപ്പോൾ അതിൽ കയറിയിട്ട് നിങ്ങൾ ഓരോ ഡേ ആയിട്ട് എന്താണ് ഏതൊക്കെ ടോപ്പിക്സ് ആണെന്ന് വിചാരിച്ചിട്ട് പഠിക്കുക. ആ ടോപ്പിക്സ് നോക്കി പഠിച്ചതിന് ശേഷം നമ്മുടെ വീഡിയോസ് കണ്ടു നോക്കുക. ഓരോ ഡേയും നമ്മൾ ടോപ്പിക്ക് വിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ ദിവസത്തെ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസും കൂടെ നമ്മൾ ഒരൊറ്റ വീഡിയോ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിക്കാണ് നമ്മൾ പോകുന്നത്. കൂടാതെ ടെലഗ്രാമിലൂടെ നോട്ട്സും PDF എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. പോൾസിൻ്റെ രൂപത്തിൽ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ക്വിസിൻ്റെ രൂപത്തിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ടെലഗ്രാമിലും കൂടിയിട്ട് എല്ലാവരും ജോയിൻ ചെയ്യുക. താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് ടെലഗ്രാമിൻ്റെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് എന്തായാലും നമുക്ക് ഡേ 8 നാളെ പഠിക്കേണ്ട ടോപ്പിക്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഡേ 8-ൽ പഠിക്കേണ്ട ആദ്യത്തെ ടോപ്പിക്ക് അറൈവൽ ഓഫ് യൂറോപ്യൻസ്, കോൺട്രിബ്യൂഷൻസ് ഓഫ് യൂറോപ്യൻസ്, കേരള ഹിസ്റ്ററിയിൽ വരുന്ന ഫസ്റ്റ് ടോപ്പിക്കാണ്. അപ്പോൾ നമ്മളിപ്പോൾ 7 ദിവസത്തിനുള്ളിൽ നമ്മൾ എന്തൊക്കെ കംപ്ലീറ്റ് ചെയ്തു? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കംപ്ലീറ്റ് ചെയ്തു, സിവിക്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കേരള ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യുവാണ്. അറൈവൽ ഓഫ് യൂറോപ്യൻസ്, കോൺട്രിബ്യൂഷൻസ് ഓഫ് യൂറോപ്യൻസ് എന്നുള്ള ടോപ്പിക്കാണ് നിങ്ങൾ നാളെ 8-ാം ദിവസം പഠിക്കേണ്ടത്. അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് SCERT-ൽ വരുന്നത് 7-ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്റർ ആണ്. കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക്, എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് അറൈവൽ ഓഫ് യൂറോപ്യൻസ്, കോൺട്രിബ്യൂഷൻസ് ഓഫ് യൂറോപ്യൻസ് പഠിക്കേണ്ടത്. ഇനി ആ ഒരു ഭാഗം തന്നെ നമുക്ക് +2 ഉണ്ട്. +2 ഹിസ്റ്ററിയിൽ കേരള ചരിത്രത്തിലെ തിരഞ്ഞെടുത്ത പ്രമേയങ്ങൾ എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിൽ ആധുനിക പൂർവ്വ കേരളം എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. അതിൽ ഫസ്റ്റ് ഒന്നും നമുക്ക് പഠിക്കാനില്ല. യൂറോപ്യന്മാരുടെ ആഗമനം എന്ന് പറഞ്ഞ ഹെഡിങ് ആയിട്ട് തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ മുതൽ നിങ്ങൾ പഠിച്ചാൽ മതി. ആ ഒരു ഭാഗത്താണ് നമുക്ക് അറൈവൽ ഓഫ് യൂറോപ്യൻസ്, കോൺട്രിബ്യൂഷൻസ് ഓഫ് യൂറോപ്യൻസിനെ കുറിച്ചിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ അറൈവൽ ഓഫ് യൂറോപ്യൻസ്, കോൺട്രിബ്യൂഷൻസ് ഓഫ് യൂറോപ്യൻസ് പഠിക്കുക. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള SCERT ചാപ്റ്റർ 7th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 2 കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക്, +2 ഹിസ്റ്ററിയിൽ കേരള ചരിത്രത്തിലെ തിരഞ്ഞെടുത്ത പ്രമേയങ്ങൾ എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിലെ ആധുനിക പൂർവ്വ കേരളം എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചേക്കുക. ഓക്കെ, അപ്പോൾ അത്രയും അവിടെ പഠിക്കുക. പിന്നെ നമുക്ക് കമ്പ്യൂട്ടർ സയൻസിൽ നാളെ പഠിക്കേണ്ടത് പോപ്പുലർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പാക്കേജസ്, വേർഡ് പ്രോസസ്സർ, സ്പ്രെഡ്ഷീറ്റ്, ഡാറ്റാബേസ് പാക്കേജസ് എക്സെട്ര. ഓക്കെ, ആ പറയുന്ന ഭാഗം കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. മാത്സിൽ നമുക്ക് പഠിക്കേണ്ടത് അംശബന്ധവും അനുപാതവുമാണ് കേട്ടോ. അംശബന്ധവും അനുപാതവും. അപ്പോൾ ഇത് നമ്മൾ ക്ലാസ് എടുത്തിട്ടുള്ളതാണ്. ഓക്കെ, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. അടുത്തത് ഇംഗ്ലീഷിൽ കമ്പാരിസൺ ഓഫ് അഡ്ജക്റ്റീവ്സ് ആണ്. ദെൻ മലയാളത്തിൽ ശൈലികളും പഴഞ്ചൊല്ലുകളും. ദെൻ കറണ്ട് അഫയേഴ്സിൽ 2021 ജൂൺ ജൂലൈ 2 മാസത്തെ കറണ്ട് അഫയേഴ്സ് പഠിക്കാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് നാളെ ഡേ 8-ൽ പഠിക്കേണ്ടത്. അപ്പോൾ ഇവിടെ അറൈവൽ ഓഫ് യൂറോപ്യൻസ്, കോൺട്രിബ്യൂഷൻസ് ഓഫ് യൂറോപ്യൻസ്, ഈ ഒരു ഭാഗം കേരള ഹിസ്റ്ററി കംപ്ലീറ്റ് ആയിട്ട് SCERT മുഴുവൻ പാഠഭാഗങ്ങളും ഒരൊറ്റ വീഡിയോ ആയിട്ട് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ അതിൽ നിന്നും ഈ ഒരു ചാപ്റ്റർ മാത്രം, നാളെ പഠിക്കേണ്ട ആ ഒരു ചാപ്റ്റർ മാത്രം നിങ്ങൾ പഠിക്കാം. കൂടാതെ +2 ഹിസ്റ്ററി നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒരൊറ്റ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിലും നമ്മൾ ഈ ആധുനിക പൂർവ്വ കേരളം എന്ന് പറയുന്ന ചാപ്റ്ററും ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചാപ്റ്ററിൻ്റെ വീഡിയോ അതിൽ തന്നെ നിങ്ങൾ നോക്കിയിട്ട് കാണുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്കും കൂടെ ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ ആ 2 ചാപ്റ്റർ നിങ്ങൾക്ക് കിട്ടിക്കോളും. ദെൻ കമ്പ്യൂട്ടർ സയൻസിൽ നമ്മൾ വരുന്ന ഭാഗം നമ്മൾ ക്വസ്റ്റ്യൻ ആൻസറിൻ്റെ രൂപത്തിലും എങ്ങനെയെങ്കിലും നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് നമ്മൾ നാളെ തന്നെ ക്ലാസ് എടുത്തു തരും. മാത്സിൻ്റെ അംശബന്ധവും അനുപാതവും നമ്മൾ ഓൾറെഡി ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, അത് നിങ്ങൾ കാണുക. ദെൻ കമ്പാരിസൺ ഓഫ് അഡ്ജക്റ്റീവ്സ് ആണ്. അത് നമ്മൾ ഇന്ന് ചെയ്തതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ടോ അല്ലാതെയൊക്കെ നമ്മൾ നാളെ ചെയ്യുന്നതാണ്. ദെൻ മലയാളത്തിലെ ശൈലികളും പഴഞ്ചൊല്ലുകളും നമ്മൾ നാളെ മുൻവർഷ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യും. കറണ്ട് അഫയേഴ്സ് നിങ്ങൾ പഠിക്കുക. ഞാൻ കറണ്ട് അഫയേഴ്സ് 2021 ജൂൺ ജൂലൈ ഞാൻ PDF ടെലഗ്രാമിൽ ഷെയർ ചെയ്ത് തന്നേക്കാം. അത് വായിച്ച് പഠിച്ചാലും മതി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ നാളെ ഡേ 8-ലേക്കുള്ള ടൈം ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെയും ടൈം ടേബിൾ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ ഉണ്ടാവും. എക്സാമിന് മുന്നേ നല്ല രീതിയിൽ തന്നെ സിലബസ് എല്ലാം കവർ ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്